കുറച്ച് ദിവസം മുന്നേ വി ലോസ്റ്റ് സംബഡി ഹൂ ഐ വുഡ് സേ ഷേപ്ഡ് അവർ ചൈൽഡ്ഹുഡ്. അത്രയും നമ്മളെ ചൈൽഡ്ഹുഡ് അത്രയും അടിപൊളിയാക്കിയതും മൂവിയിൽ അത്രയും ചിരിപ്പിച്ച ഒരാളാണ്. അത് മാത്രമല്ല, ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ കുറേ കണ്ടിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് തോട്ടും അതായിരുന്നു. ആൻഡ് ഐ വാസ് സർപ്രൈസ്ഡ്. എല്ലാവരുടെയും ഓൾമോസ്റ്റ് ഫസ്റ്റ് തോട്ട് ഇതായിരുന്നു. അതായത് നമ്മൾ പലവരും സംസാരിക്കുമ്പോൾ മൂവി റെഫറൻസസ് വെച്ചിട്ടായിരിക്കും സംസാരിക്കുക. അതിലേറ്റവും കൂടുതൽ നമ്മൾ റെഫറൻസ് കൊണ്ടുവരുന്നത് ഈ ഒരാളുടെ ആയിരിക്കാം. ബിക്കോസ് അത്രയും നമ്മൾ ഇപ്പം സാധാരണ നമ്മൾ സോറി പറയുകയാണെങ്കിൽ ഐ ആം സോറി അല്ലെങ്കിൽ എന്നോട് ക്ഷമിക്കണം. പക്ഷേ നമ്മൾ അങ്ങനെയല്ലല്ലോ പറയുക. ഐ ആം ദ സോറി അളിയ എന്ന് തന്നെയല്ലേ പറയുക. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണ്ട എന്ന് പറയാം, നമ്മൾ ചെയ്യണ്ട എന്നാണോ പറയുക? അല്ല, ഡോണ്ട് ഡു എന്നാണ് പറയുക. അപ്പൊ അങ്ങനെ നമ്മുടെ വൊക്കാബുലറി ഫോം ചെയ്ത ഒരു മനുഷ്യനാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ആൻഡ് ഓ മൈ ഗോഡ്, അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ സത്യം പറഞ്ഞാൽ ഭയങ്കര വെരി ഹാർഡ് ടു ഡിസ്ക്രൈബ് the impact he has had on our lives in childhood and how he has made it for us. And I would say it's just that മൂപ്പരുടെ ആ ഒരു മാർക്കില്ലേ, ആ ഒരു ലെവലിലേക്ക് ഒരിക്കലും കഴിയൂല. ഒരു എന്ത് കോമഡി, ഈവൻ കോമഡി അല്ലാത്ത കാര്യം പറഞ്ഞാൽ പോലെ നമുക്ക് ചെയ്തു വരും. പിന്നെ കുറെ ഇപ്പൊ അടുത്ത ഇന്റർവ്യൂലൊക്കെ ഞാൻ കേട്ടാണ് നവ്യ നായർ പറയുന്ന ആസ് എൻ ഈ കല്യാണരാമനിലൊക്കെ കുറെ സാധനങ്ങളൊക്കെ അൺസ്ക്രിപ്റ്റഡ് ആയിരുന്നു. അത് കയ്യിന്നിട്ടത് അതൊക്കെ എങ്ങനെയാ ഒരാൾക്ക് അത്ര സ്പോണ്ടേനിറ്റി നടക്കുന്നതെന്ന് എനിക്കറിയില്ല. സോ എന്തായാലും ചിരിച്ച മൂവി. Yes. Genuinely നമുക്ക് ചിരിച്ചുപോയ മൂവി. So this entire video is a tribute to him, Mr. Salim Kumar. So സലീമേട്ടൻ്റെ കുറച്ച് ഐക്കോണിക് ഡയലോഗ്സ് ആണ് നമ്മളിവിടെ എടുത്ത് വെച്ചേക്കുന്നത്. But we'll obviously learn English with that also. Okay, so I'm going to play them. Ready? ഈശ്വര, ഇവിടെ ആരുമില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. ഈശ്വര, അവിടെ ആരും ഇല്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. അതെങ്ങനെയാ പറയാ? Oh my God, there is no one to laugh. Is there anyone around to share and laugh at this അല്ലെങ്കിൽ laugh to this? ഇതിനെ പറ്റി പറഞ്ഞിരിക്കാൻ ആരും ഇല്ലല്ലോ. Isn't there anyone to laugh about this? എന്ന് നമുക്ക് പറയാം. ഓക്കെ, പറഞ്ഞു ചിരിക്കാനായിട്ട്. അടുത്തത്, ഇത് ഈ സ്രാങ്കിനെ അറിയാത്ത ആൾക്കാരുണ്ട്. ഇത് പടം മനസ്സിലായി? പടം ഞാൻ എല്ലാം കണ്ടിട്ടുണ്ട്. ഇതിൽ വേറൊരു സാധനം ഉണ്ട്. അതൊക്കെ എത്ര, അയ്യോ, എൻ്റെ ഒരു കസിൻ ഉണ്ട്, ഹസ്ബൻഡ് ഒരു കസിൻ ഉണ്ട്. അവൻ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞു കേട്ടിട്ട് ഇതായിരിക്കും, ഒയ് ഹൊയ് ഒയ് ഹൊയ്. ഇതറിയില്ലേ ഏതാന്ന്? മറ്റേ മൂപ്പര് ഇത് തന്നെ, മായാവി തന്നെ, മായാവി എന്നുള്ള പട. അതിപ്പോ ആക്ച്വലി എലക്ഷന്റെ സമയത്ത് കുറെ ട്രോളിൽ വന്നിട്ടുണ്ടായിരുന്നു. സതീഷ്, അയ്യോ ഇതൊന്നും ഇവള് കണ്ടിട്ടില്ലേ? അയ്യോ ഈ പറഞ്ഞേ ഇല്ല, രമേശ് അല്ല സതീഷ് സതീഷ് എന്നൊക്കെ പറഞ്ഞിട്ട് ട്രോളിൽ കുറെ ഉണ്ടായിരുന്നു. എന്നിട്ട് പറയുന്നുണ്ട് ഈ മൂവി പണ്ടേ എന്താ പ്രെഡിക്റ്റ് ചെയ്തായിരുന്നു ഇപ്പത്തെ നമ്മുടെ കണ്ടീഷന്. ബിക്കോസ് മുഖ്യമന്ത്രി ആരാന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ. രമേശ് ചെന്നിത്തല ആയിരിക്കും, വി ഡി സതീഷിനായിരിക്കും. അപ്പൊ മായാവിൽ ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു. എനിവേ, ലെറ്റ്സ് നോട്ട് ഗെറ്റ് ഇൻടു ദാറ്റ്. അപ്പൊ ഇത് മായാവി എന്ന് പറഞ്ഞ പടത്തിൽ ഇവൻ റിവർ ക്രോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവൻ ഒയ് ഹൊയ് ഒയ് ഹൊയ് എന്ന് പറഞ്ഞിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഈ സീൻ ഭയങ്കര ഐക്കോണിക്. മേ ബി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഞാൻ പറഞ്ഞോണ്ടായിരിക്കും മനസ്സിലാവാത്ത. അപ്പൊ ഇതും ഈ പറഞ്ഞ പോലെ മായാവിയിലെ അതേ സീനാണ്. ഇതെന്തും മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. അപ്പം ഇതെന്ത് മറിമായം എനിക്ക് വട്ടായതാണോ അല്ലെ നാട്ടുകാർക്കും മൊത്തം വട്ടായതാണോ? മാജിക് ആണോ? വാട്ട് ഹാസ് ഹാപ്പൻഡ് ഹിയർ, വാട്ട് മാജിക് ഇസ് ദിസ്, അല്ലെങ്കിൽ വാട്ട് ഓൺ എർത്ത് ഹാസ് ഹാപ്പൻഡ് ഹിയർ എന്നൊക്കെ പറയാം. ഓക്കെ, എനിക്ക് ഭ്രാന്തായതാണോ അല്ലെങ്കിൽ നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായി? Did I turn crazy? Or did everyone around me become crazy? അല്ലെങ്കിൽ did all the natives become crazy? ഈ സാധനം ഇംഗ്ലീഷിൽ ഒരു ഇമ്പാക്ട് ഇല്ല ആക്ച്വലി. Oh my God, what happened? Did I turn crazy or did everyone else around me turn crazy? No, still no. ഞാൻ ആ ഒരു ഇമോഷണലി പറയാൻ നോക്കി, ബട്ട് നോ. ഓക്കെ, ദൈവമേ മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ദൈവമേ മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ആ ഡയലോഗൊക്കെ എനിക്കറിയില്ല. ഇത് എനിക്ക് തോന്നുന്നു ദിലീപിന്റെ ഒരു പടം അല്ലേ? അയ്യോ, അത് ഏതായിരുന്നു? 3 നടിമാരൊക്കെ ഉള്ള ഒരു പടം. എന്നിട്ട് ഇവൻ അഭിനയിക്കാൻ പോവാ, അച്ഛനായിട്ട് അഭിനയിക്കാൻ പോവാണ്. 3 നടിമാരുള്ള ഒരു പടം. സമൃദ്ധ സുനിലുണ്ട്, പിന്നെ ബാക്കി 2 പേരുടെ പേര് എനിക്ക് അങ്ങനെ അറിയില്ല. മൂർഖനെയാണല്ലോ ചവിട്ടിയത്. സീംസ് ലൈക്ക്, ഓ മൈ ഗോഡ്, ദൈവമേ മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഓ മൈ ഗോഡ്, ഇറ്റ് സീംസ് ലൈക്ക് ഐ കിക്ക്ഡ് എ സ്നേക്ക്. ചവിട്ടിയത്, കിക്ക് ചെയ്തല്ല.
ചവിട്ടെന്തായിരുന്നു? Step on. It seems like I stepped on a cobra. Okay. Kicking is അതും ചവിട്ട അല്ല, kicking is മറ്റേ ഇങ്ങനത്തെ ചവിട്ട. ഇത് നമ്മള് ജസ്റ്റ് കോബ്രയുടെ മേലെ വെക്കാണല്ലേ. It seems like I just stepped on a cobra is more appropriate. Okay. ഞാൻ ബാച്ചിലറാ, എന്റെ അച്ഛനും ഒരു ബാച്ചിലർ ആയിരുന്നു. ഞാൻ ബാച്ചിലർ ആണ്, എന്റെ അച്ഛനും ബാച്ചിലർ ആയിരുന്നു. I am a bachelor and my dad was also My father was also a bachelor, which is a very baseless statement, but yeah, it was one of the most funniest dialogues of. ഞാൻ ശരിക്കും ഇപ്പോഴാണ് ആലോചിച്ചത്. wow. കൊച്ചി എത്തി. ഇത് ഈ മൂവി പുലിവാൽ കല്യാണത്തിനെ പറ്റി പറയുന്നത് ഇറ്റ് വാസ് എൻ ആവറേജ് മൂവി അൺടിൽ ഒരു അംബാസിഡർ ഫ്രം മുംബൈ അറൈവ്ഡ് എന്നാ പറയുന്നത് തന്നെ. മനസ്സിലായോ എന്താ സംഭവം? മണവാളനും അതേപോലെ അയ്യോ കൊച്ചിൻ ഹനീഫയുടെ പേരെന്തായിരുന്നു അതിനകത്ത്? ധർമ്മേന്ദ്ര. മിസ്റ്റർ ധർമ്മേന്ദ്രൻ. അപ്പൊ ഇവർ രണ്ടുപേരും മുംബൈയിൽ നിന്ന് വരികയാണല്ലോ ചെയ്യുന്നത്. ഇവൻ ദുബായ് ഗൾഫിൽ നിന്ന് പൈസ ഒന്നും ഇല്ലാണ്ട് സെലിംകുമാർ വരികയാണല്ലോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് മൂവിക്കുള്ള ഒരു ട്വിസ്റ്റ് ഉണ്ട് പുലിവാൽ കല്യാണം. ഇറ്റ്സ് വേറെ ലെവൽ. സോ അതാണ് ഇപ്പം മുപ്പര് മരിച്ചപ്പോഴും കുറെ അംബാസിഡർക്കാരൻ്റെ MHന്റെ സാധനം ഉണ്ടായിരുന്നു, തിരിച്ചു പോവാണ് എന്നുള്ളതില്. ബിക്കോസ് അതിലുള്ള രണ്ടാൾക്കാർ ഇപ്പൊ മരിച്ചല്ലോ അങ്ങനെ. സോ എനിവേ ദിസ് വാസ് എ ട്രിബ്യൂട്ട്. അതിന് ഇംഗ്ലീഷ് പറഞ്ഞില്ല നമ്മള്, കൊച്ചി എത്തി. അത് നമ്മൾ പറയേണ്ടത് അവര് പറഞ്ഞോട്ടെ. ആൻഡ് ഇംഗ്ലീഷ് കഫ്റ്റ കോഴ്സിൽ ജോയിൻ ചെയ്യണം, അങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കോഴ്സ് ഒന്ന് കോമെന്റ് ചെയ്താൽ മതി. വിൽ ഗെറ്റ് ഇൻ ടച്ച് വിത്ത് യു. സോ യാ, ആക്ച്വലി ഭയങ്കര വലിയ ലോസ് തന്നെയാണ്. സിനിമ മൂവി ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഒബ്വിയസ്ലി ഭയങ്കര വലിയ നഷ്ടം തന്നെയായിരുന്നു ഇത്. ബട്ട് എനിവേ ലെറ്റ് ഹിം റീലിവ് ത്രൂ ഇങ്ങനത്തെ കുറെ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ വേറെ ഒരാൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് തന്നെ ഭയങ്കര ഇറിപ്ലേസബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. സോ എനിവേ വിൽ ബി ബാക്ക് വിത്ത് മോർ വീഡിയോസ്. സ്റ്റേ ട്യൂൺ. അപ്പൊ ശരി, ബൈ. ഇംഗ്ലീഷ് കഫേയിൽ ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാം. ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസുകൾ, ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ, 24 hours നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കൂ.